അല്പമെങ്കിലും ഈ പറഞ്ഞതിനോട് വാക്കുപാലിക്കുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ മുന്നണി മുസ്ലിം താല്പര്യവും വിശ്വാസികളുടെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ അവർ കോടതിയിൽ പറയേണ്ടിയിരുന്നത് സുപ്രീം കോടതി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പരിശോധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും കേരളവും തമിഴ്നാടും ഒഴിവുകളിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വരുന്നത് വരെയെങ്കിലും തൽസ്ഥിതി തുടരാൻ അനുവദിക്കണമെന്ന് പറയുന്നതിന് പകരം 14-ാം വകുപ്പ് കർക്കശമായും ഉൾക്കൊണ്ടുകൊണ്ട് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. ആ 14-ാം വകുപ്പ് പൂർണ്ണമായിട്ടും നോൺ മുസ്ലിം ഉൾപ്പെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ വകുപ്പിനകത്ത് 16 ഉണ്ട് ഡിസ്ക്വാളിഫിക്കേഷനകത്ത് നേരത്തെ നോൺ മുസ്ലിം ആണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരുന്നു, മുസ്ലിം അല്ലാത്ത ഒരാൾ അംഗമാണെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഈ പുതിയ നിയമം നോക്കൂ, അത്